കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ SFIയുടെ പ്രതിഷേധം. വൈസ് ചാൻസലറെ പ്രവർത്തകർ ഉപരോധിക്കുന്നു. ദളിത് വിദ്യാർത്ഥിയുടെ PhD അഡ്മിഷൻ VC ഇടപെട്ട് തടഞ്ഞുവെന്നാണ് ആരോപണം. അരുൺ പൂപ്പറമ്പ് ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, എന്താണ് സംഭവിച്ചത്? ഈ VCക്കെതിരായ ആരോപണം, പരാതി എന്താണ്? ഗോകുൽ, സർവകലാശാലയിൽ ഇപ്പോഴും SFIയുടെ പ്രതിഷേധം തുടരുകയാണ്. ഈ പ്രതിഷേധത്തിന് പശ്ചാത്തലമായ സംഭവം, അതായത് കഴിഞ്ഞ 3 മാസമായി ഈ ദളിത് വിദ്യാർത്ഥിയുടെ PhD അഡ്മിഷൻ ഈ VC ഇടപെട്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നതാണ് SFIയും ഈ വിദ്യാർത്ഥിയും ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണം. അതിൽ സർവകലാശാല നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. അതായത് ഈ PhD അഡ്മിഷൻ ആവശ്യമായിട്ടുള്ള TCയും അതോടൊപ്പം തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ഈ അപേക്ഷക്കൊപ്പം നൽകിയിരുന്നില്ല എന്നതാണ് സർവകലാശാല പറയുന്നത്. നമ്മൾ ആ വിദ്യാർത്ഥിയുമായി സംസാരിച്ച ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് 2018 പ്രളയത്തിൽ ഈ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. എന്നാൽ ഇതേ സർവകലാശാലയിൽ PG പൂർത്തീകരിച്ചതിനാൽ ആ സാങ്കേതിക പ്രശ്നം അഡ്മിഷൻ ഉണ്ടാവുന്നില്ല. അതായത് അഡ്മിഷൻ നൽകാതിരിക്കുന്നതിനുള്ള സാങ്കേതിക പ്രശ്നമില്ല. അത് നേരത്തെ അത്തരത്തിൽ തന്നെയാണ് രജിസ്ട്രാർ ഉൾപ്പെടെ സംസാരിച്ച ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് വിദ്യാർത്ഥിയും SFIയും പറയുന്നത്. എന്നാൽ VC അതിന് തയ്യാറാവുന്നില്ല. സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാതെ അഡ്മിഷൻ നൽകില്ല എന്നതാണ് VCയുടെ നിലപാട്. PhD അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് കാസർഗോഡ് കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ SFIയുടെ പ്രതിഷേധം. ഏതായാലും ദളിത് വിദ്യാർത്ഥിയുടെ PhD അഡ്മിഷൻ തടഞ്ഞുവെച്ചു എന്നതാണ് VCക്കെതിരായ ആരോപണവും പരാതിയും.